ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കായിട്ടാണ്. അതും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന നമ്മുടെ പാൽപ്പാട് കൊണ്ടുള്ള ഫേസ് പാക്കാണ്. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ കുറേ നാളായി നിങ്ങളുടെ അടുത്തേക്ക് ഇത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ എന്തോ എനിക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര മടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പാടയൊക്കെ കിട്ടണ്ടേ, അത് തിളപ്പിച്ച് അത് പാൽപ്പാട എടുക്കണ്ടേ. അപ്പോൾ ഇന്ന് എനിക്കൊരു കുറച്ച് പാൽപ്പാട കിട്ടി. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ചെയ്യാമെന്ന് ഓർത്ത്. പിന്നെ 2 ദിവസമായിട്ട് ഫുൾ വെയിലത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നല്ല ടാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ പാൽപ്പാട എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കടലപ്പൊടിയില്ലേ, അല്ലെങ്കിൽ കടലമാവ്, അത് ആഡ് ചെയ്യുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പച്ചമഞ്ഞളോ, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് തൈരോ പാലോ ആഡ് ചെയ്യുക. നിങ്ങൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ എപ്പോഴും പാല് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ തൈരും. ഞാൻ ഇവിടെ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് ഒരു കോമ്പിനേഷൻ ടു നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഭയങ്കരമായിട്ട് ഒലിച്ച് ഭയങ്കര വൃത്തികേടാവും. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 to 25 മിനിറ്റ്സ്, ഞാൻ ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പാകാവില്ലേ നമ്മുടെ ഫേസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാഷ് ഔട്ട് ചെയ്യാം. ഇങ്ങനെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരില്ലേ, ആ ടൈമിൽ വേണം നമ്മളിതിനെ വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കിട്ടും. വാഷ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സപ്പിളായിരിക്കും കേട്ടോ, നല്ല ഫ്രഷ് ലുക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ അത്രയും നേരം ഇറിറ്റേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലിക്വിഡ് എല്ലാം ട്രൈ നോക്കിയിട്ട് പറയണേ.